ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. അപ്പൂപ്പന്റെ എന്തെങ്കിലും ഓർമ്മകള് എന്തൊക്കെയാ? അപ്പൂപ്പൻ ഓരോന്ന് ചെയ്യുന്നതിനെ പറ്റി, അല്ലെങ്കിൽ വീട്ടിലോരോ ഉച്ചയ്ക്ക് മീൻ കഴിക്കുന്നത്, അല്ലെങ്കിൽ വൈകിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ അപ്പൂപ്പന്റെ ഒരു റൂട്ടീനൊക്കെ അമ്മൂമ്മയ്ക്ക് എന്തോ ഒത്തിരി ഓർമ്മയായിട്ട് ഉള്ളത്? അത് അപ്പൂപ്പന്റെ റൊട്ടീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൂപ്പന് ഈ സോഷ്യലായിട്ട് എല്ലാവരോടും സംസാരിക്കുക, വന്നു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് വർത്താനം പറയുക ഒക്കെ ചെയ്യും. അതല്ലാതെ മനസ്സിന് അടുപ്പമുള്ള ഒരു 3-4-5 പേരുണ്ട്. അപ്പൊ അത് ഒന്ന് നമ്മുടെ പനവേലിലെ ചന്ദ്രൻ അപ്പൂപ്പനായിരുന്നു. അവരൊക്കെ വിളിക്കുകയൊന്നും വേണ്ട, ഈ പറഞ്ഞതുപോലെ സ്നേഹമായിട്ട് തന്നെ എന്റെ ചേട്ടനാ എന്റെ അമ്മ പ്രസവിക്കാത്ത ചേട്ടനെ കൊണ്ടുവരും. അങ്ങനെ അപ്പൊ അങ്ങനെ ചന്ദ്രമാമനെ വലിയ കാര്യം, ചന്ദ്രമാമന് അതിനേക്കാൾ കാര്യമായിരുന്നു എന്റെ ചേട്ടൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കുറച്ച് പേരെ മാത്രമേ ഉള്ളൂ സന്തോഷമായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്പി സാറ് ഭയങ്കര ഇഷ്ടമായിരുന്നു. വർത്തമാനമൊക്കെ പറഞ്ഞ് ഇവിടെ വന്നിരിക്കുമ്പോ രണ്ടുപേരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു സ്നേഹമായിരുന്നു നമ്മുടെ മോനാനി മാമന്റെ അച്ഛന്. അപ്പൊ അങ്ങേരും ഇതുപോലെ തന്നെ പെൻഷനായിട്ടൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴ് സമയം പോകുന്നതിനായിട്ട് നമ്മുടെ വീട്ടിൽ വന്നിരിക്കും. അപ്പൂപ്പന് ഈ പറഞ്ഞ ഒരൊറ്റ വീട്ടിൽ പോകത്തില്ല, സമയം പോകാനായിട്ട് അങ്ങോട്ട് പോയിരുന്നേക്കാം. മോനാനി മാമന്റെ വീട്ടിലും പോകത്തില്ല, പനവേലിലും പോകത്തില്ല, നമ്പിസാറിന്റെ വീട്ടിലും പോകത്തില്ല, എങ്ങും പോകത്തില്ല. പക്ഷെ എല്ലാരും ഇങ്ങോട്ട് വരും. നമുക്ക് നെടുനീളത്തിലൊരു തിണ്ണയുണ്ടായിരുന്നു. പിള്ളേര് മുറ്റത്ത് നിന്ന് കളിച്ചോളും, ഇവര് ആണുങ്ങൾ അവിടെ വർത്താനം പറഞ്ഞോണ്ടിരുന്നോളും. പിന്നെ ഞങ്ങള് പെണ്ണുങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് വർത്താനം പറയും. പിള്ളേരുടെ കളി നല്ല രസമായിരുന്നു നമ്മുടെ ആ വീടും പരിസരം. നീ കുഞ്ഞായിരിക്കുമ്പോ നീ എന്നെ ഒന്ന് ആലോചിച്ചു നോക്കെ, അങ്ങനെ പാർക്കിലൊക്കെ വന്നിരിക്കുന്നതല്ല എല്ലാരും നമ്മുടെ വീട്ടിൽ വന്നിരിക്കും. ശരിയാ. അത് അപ്പൂപ്പന് പിന്നെ ചെടികളും ഒക്കെ നട്ടുപിടിപ്പിച്ച് ഗേറ്റ് തൊട്ട് വീട് വരെ വേപ്പ്, മാവിലൊക്കെ ഊഞ്ഞാല് എല്ലാം നല്ല രസമായിട്ടായിരുന്നു അപ്പൂപ്പൻ വീടും പരിസരവും വെച്ചോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ആളുകളൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, അങ്ങോട്ടൊന്നും പോയി ആരെയും മെനക്കെടുത്താൻ പോകത്തില്ല എന്നേ ഉള്ളൂ അപ്പൂപ്പന്റെ രീതിയിൽ. പിന്നെ രാവിലെ എണീറ്റ് പിന്നെ ചായ കുടിക്കുന്നതിന് മുമ്പ് തന്നെ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് മുഖം കഴുകി വന്നു കഴിഞ്ഞ ഉടൻ തന്നെ റേഡിയോ വയ്ക്കും. ആ റേഡിയോ ആൾ ഇന്ത്യ റേഡിയോ നിലയം തുറക്കുന്ന സമയത്ത് ഇവിടെയും തുറന്നിരിക്കുന്ന റേഡിയോ. അത് പിന്നെ അടയ്ക്കുന്നെന്ന് പറയുന്നത് രാത്രിയിലെ ഇംഗ്ലീഷ് ന്യൂസ് കഴിഞ്ഞിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞ റേഡിയോ ഇത് അടയ്ക്കുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യും. അതൊരു റൊട്ടീനായിരുന്നു അപ്പൂപ്പന്റെ. അന്ന് TV ഇല്ലാത്ത കാലം, അപ്പൊ റേഡിയോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പൂപ്പന്റെ മുഴുവൻ സമയം എന്ന് പറഞ്ഞതുപോലെ പോകുമായിരുന്നു. അതായിരുന്നു അപ്പൂപ്പന്റെ ശരിയായിട്ടുള്ള പകൽ സമയത്തെ ടൈം പാസിങ്. നല്ല വെയിലൊക്കെ ആയിരിക്കുമ്പോ പറമ്പി പണിയാൻ ഒക്കത്തില്ലല്ലോ. പിന്നെ എല്ലാരെ കുറിച്ചും ദോഷമൊന്നും പറഞ്ഞ ഒരു മനസ്സിന് ഒരു ഇതുമില്ല. അപ്പൂപ്പൻ ആരും കുറ്റം പറഞ്ഞൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പൂപ്പന്റെ പാട് നോക്കിയപ്പോ ആഹാരമൊക്കെ സന്തോഷമായിട്ട് ഇഷ്ടമുള്ളതൊക്കെ എന്താന്ന് വെച്ചാൽ നമ്മുടെ തങ്കമ്മ മീനൊക്കെ വെച്ച് കൊടുക്കാനും ഒക്കെ നല്ല ഇതാണ്. ജോലിക്കാരുണ്ടെങ്കിലും മീൻ വാങ്ങിച്ചെല്ലാം റെഡിയാക്കിയോ. അപ്പൂപ്പൻ എന്തൊക്കെയായിരുന്നു ഫേവറേറ്റ് ഫുഡ്സ് ഇഷ്ടമുള്ളത്? അത് അപ്പൂപ്പന് ആദ്യ കാലങ്ങളിൽ കൂടുതൽ ആ സമയത്തൊക്കെ പുട്ടായിരുന്നു കൂടുതൽ ഇഷ്ടം. ഞാൻ പറയും 3 നേരം പുട്ടുണ്ടാക്കി കൊടുത്താൽ ചോറ് ഉണ്ടില്ലേലും കുഴപ്പമില്ല, കളിയാക്കി പറയുക. പിന്നെ അത് കഴിഞ്ഞ് ആയപ്പോഴത്തേക്കും പിന്നെ ഇഡ്ഡലിയും ദോശയോടുമായി സന്തോഷം. വീട്ടിലൊക്കെ ഇരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഇഡ്ഡലി, അപ്പോഴത്തേക്കും ലൈഫ് സ്റ്റൈല് തന്നെ കുറേശ്ശെ എല്ലാ വീടുകളിലും മാറി തുടങ്ങി. പണ്ടൊന്നും ഇഡ്ഡലിയും ദോശയൊന്നും ഇല്ല മക്കളെ. അതിന് പകരം ഉപ്പുമാവും പുട്ടും അങ്ങനെയൊക്കെയുള്ള അട, കൊഴുക്കട്ട, ഇങ്ങനെയൊക്കെ അരി ഉഴുന്ന് അരച്ചിട്ടുള്ളത് വളരെ കുറവായിരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ ഗോതമ്പ് കൊണ്ടുള്ള പൂരി, ചപ്പാത്തിയൊക്കെ ഗോതമ്പ് കൂടുതൽ പ്രചാരം കേരളത്തിൽ വന്നു തുടങ്ങി. പണ്ട് ഗോതമ്പ് കിട്ടത്തില്ലായിരുന്നു, റേഷൻ കാലത്ത് ഇച്ചിരി ഗോതമ്പ് കിട്ടിയാലായി, അത്രേ ഉള്ളൂ. അപ്പൊ ഗോതമ്പ് അല്ല നമ്മുടെ ആഹാരം, അരി ആഹാരമായിരുന്നു. അപ്പം പിന്നെ ചപ്പാത്തിയും പൂരിയൊക്കെ ഇഷ്ടമാണ് വല്ലപ്പോഴും. അപ്പം പിന്നെ ഇഡ്ഡലി ദോശയൊക്കെ ആയി രാവിലത്തെ പലഹാരം. ഉച്ചയ്ക്ക് പുളിശ്ശേരി ഇല്ലാത്ത ഒറ്റ ദിവസമില്ല.
മസ്റ്റാണ് ചോറിന്റെ കൂടെ പുളിശ്ശേരി. സാമ്പാറല്ല, പുളിശ്ശേരിയായിരുന്നു കൂടുതൽ ഇഷ്ടം. പിന്നെ പുളിശ്ശേരി, മെഴുക്കുവരട്ടി, അവിയല്, അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പുളിശ്ശേരി, അവിയല്, മെഴുക്കുവരട്ടി, മീന്. മീറ്റുകളൊന്നും വാങ്ങിക്കാറില്ല. പിന്നെ ഇപ്പോഴത്തെ പോലെ ചിക്കൻ അല്ലായിരുന്നു അഥവാ വാങ്ങിക്കുകയാണെങ്കിൽ മട്ടൺ. ഞായറാഴ്ചകളിൽ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്, സ്പെഷ്യലായിട്ട് വരുന്നുണ്ട്, ഇപ്പൊ മണിയും കൊച്ചച്ഛനൊക്കെ ഇപ്പൊ ഞായറാഴ്ച വരുന്നുണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ അന്ന് പോയി മട്ടൺ വാങ്ങിച്ചുകൊണ്ട് വരും. മട്ടൺ വാങ്ങിച്ച സ്പെഷ്യലായിട്ടുള്ള കറി അന്ന് മട്ടൺ കറിയായിരിക്കും. അവിടെ ഞാനും ഈ പിള്ളേരും കൂട്ടത്തില്ല, അപ്പൂപ്പൻ മാത്രമേ കൂട്ടത്തുള്ളൂ നമ്മുടെ വീട്ടില്. ആരും പിന്നെ ഉണ്ടാക്കും അപ്പൊ മട്ടൻ കറി? മട്ടൺ കറി ഈ തങ്കമ്മ മട്ടൺ കറി ഉണ്ടാക്കത്തില്ല, അവർക്ക് ഇറച്ചി ഇഷ്ടമല്ല. പിന്നെ അപ്പൂപ്പൻ ഉണ്ടാക്കും. ആഹാ. സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല, എങ്കിലും ഉണ്ടാക്കും. എങ്ങനെയാന്നൊക്കെ ചോദിച്ചോണ്ടൊക്കെ എല്ലാം വഴറ്റിയൊക്കെ ഉണ്ടാക്കും. നമ്മള് സവാളയൊക്കെ അരിഞ്ഞു കൊടുത്തിച്ചാണ് അത് വെക്കുകയാണെങ്കിൽ വൈകുന്നേരം പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഇഷ്ടം. അല്ല ചോറിന്റെ കൂടെ ആണെങ്കിലും കഴിക്കും. അത് വല്ലപ്പോഴും ഉള്ളൂ, ഇതാരെങ്കിലും വരുമ്പോഴേ ഉള്ളൂ സ്പെഷ്യലായിട്ട്. അത് വെളിയിൽ നിന്ന് വരാനുള്ളത്. ഇപ്പൊ രാധമാവൻ വരികയാണെങ്കിൽ അപ്പൊ വാങ്ങി, അവനിഷ്ടം. അവനും ഭാര്യയും പിള്ളേരും ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ വീട്ടുകാരെന്നുള്ള ഒരു രീതിയിൽ. പിന്നെ ആഹാരത്തിന്റെ ഇഷ്ടമില്ലാത്ത സാധനം തൊടത്തില്ല. പിന്നെ മീനാണ് അപ്പൂപ്പന് പ്രധാനമായിട്ട് ഉച്ചയ്ക്ക് ഇഷ്ടം. ഈ മരിച്ചാന്നും ഉച്ചയ്ക്ക് മീൻ കറി ഉണ്ടായിരുന്നു, മീൻ വറുത്തതും ഉണ്ടായിരുന്നു, അതിന്റെ രാത്രിയിലത്തേക്ക് എടുത്ത് ഡപ്പാളിൽ വച്ചിട്ടുണ്ട്. അങ്ങനെ അതാണ് ആഹാരത്തിന്റെ റൊട്ടീൻ പറഞ്ഞാല്. പുളിശ്ശേരി, അവിയല്, മെഴുകുവരട്ടി, മീൻ കറി. പിന്നെ പലഹാരം പറയുകയാണെങ്കിൽ പുട്ടായിരുന്നു ഒരു കാലത്ത്, പുട്ടും ഉപ്പുമാവും. അത് അട ഇഷ്ടമായിരുന്നു. ഒട്ടട, അല്ലാത്ത അട, കൊഴുക്കട്ട, എല്ലാം അരിയുടെ ഇതായിട്ടുള്ളത്. പിന്നെ ഗ്രൈൻഡർ വാങ്ങിച്ചു കഴിഞ്ഞപ്പോ പിന്നെ വലിയ പ്രശ്നമില്ലാതെ ഒരു പ്രാവശ്യം അരച്ച് വെച്ചാൽ 3-4 ദിവസത്തേക്കൊക്കെ ഇടയ്ക്ക് മുറക്കൊക്കെ എടുക്കാറില്ല. അങ്ങനെ അപ്പൂപ്പന്റെ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ആർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരുമിച്ചിരുന്ന ആഹാരങ്ങൾ അപ്പൂപ്പന്റെ ഒരു പ്രത്യേകത. അത് അല്ല ആരെങ്കിലും എനിക്കിങ്ങനെ തന്നേരെന്ന് പറയത്തില്ല, ഞാൻ ഉൾപ്പെടെ വന്നിരുന്നാലേ കഴിക്കത്തുള്ളൂ. ആ സമയത്ത് ഞാനൊരു സ്പൂൺ കഴുകാൻ പോയാൽ പിന്നെ ചീത്തവിളിയാണ് കുറച്ച്. ആ സമയത്ത് തന്നെ ഒക്കെ സ്പൂൺ കഴുകാൻ പോണം. എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചാലല്ല അതൊരു പ്രത്യേകതയില്ല. കഴിക്കുന്ന സമയത്ത് എല്ലാവരും അടുത്ത് വേണം. അതിൽ എന്തെങ്കിലും ഒന്നും ഇഷ്ടമില്ലാതെ വന്നാല് ഈ എല്ലാവർക്കും കിട്ടും എൻ്റെ. അത് കഴിഞ്ഞിട്ട് കുറെ വിറ്റാമിൻ ഗുളികളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ഇവരെ ഗീതയും അനിയൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴേ നമുക്ക് രാവിലത്തെ കാപ്പൂട് കഴിയുമ്പോ ബി കോംപ്ലക്സ്, എ മാത്രമുള്ളത് വിറ്റാമിൻ എ, പിന്നെ ചിലപ്പോ സി മാത്രമുള്ളത്, ഇങ്ങനെയൊക്കെ ഉള്ളത് തന്നെത്താൻ നോക്കിയെടുത്ത് അതും കൂടി മക്കളെ കഴിപ്പിച്ചിട്ട് പോകത്തുള്ളൂ. പിന്നെ അപ്പൂപ്പന് ജോലിക്ക് പോകുന്ന ദിവസമാണെങ്കിൽ ചോറും കൊണ്ടുപോകുള്ളൂ. ആ ചോറ് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാല് നമ്മൾ ബാഗിനകത്താക്കി പ്രത്യേകം ഓരോ ടിഫിൻ ബോക്സ് അതിനും ഓരോ ഉടുപ്പൊക്കെ ഇട്ട് കെട്ടിക്കാണ്ട് വേണം. പ്രത്യേകം തുണി കൊണ്ട് അതിനോരോ കൂടൊക്കെ തയ്ച്ച് വെച്ചിട്ട് അതിനകത്തിട്ട് കെട്ടി അത് പ്രത്യേകം ബാഗിൽ ഇങ്ങനെ വെച്ച് ഇച്ചിരി താമസിച്ച പുള്ളി സൈക്കിളും കൊണ്ട് അങ്ങ് പോയി. അപ്പം പിന്നെ ഞാൻ ഈ ബാഗും കൊണ്ട് ഗേറ്റ് വരെ ഓടണം, സൈക്കിളിന്റെ പുറകെ വെച്ച് കൊടുക്കണം. സൈക്കിൾ വയ്ക്കുന്നത് നമ്മുടെ വീടിന്റെ അകത്തൊരു മുറി തന്നെയാണ്. അപ്പൊ അവിടുന്ന് എടുത്തോണ്ട് പോയാ മതി. പക്ഷെ അത്രയും സമയം കൃത്യനിഷ്ഠ, പഞ്ചലായിരുന്ന ആൾ എല്ലാ കാര്യത്തിനും. അതിന് ഇച്ചിരി വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പുള്ളി അങ്ങ് പോകും, പിന്നെ നമ്മൾ ഓടിക്കണം. വൈകുന്നേരം വരുന്ന സമയത്ത് സൈക്കിളിന്റെ പുറകില് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, വെജിറ്റബിളും പ്രൊവിഷനൊക്കെ ഒരുമിച്ച് വാങ്ങിക്കത്തുള്ളൂ. വെജിറ്റബിൾ എന്തെങ്കിലും, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ പിള്ളേർക്ക് തിന്നാനുള്ള ബേക്കറി ഐറ്റംസ്, അതൊക്കെ ആ സൈക്കിളിന്റെ പുറകെ വെച്ച് അവിടുന്നേ കേൾക്കാം. ഏതാണ്ട് സായുജ്യത്തിന്റെ വാതിലിൽ റോഡിൽ എത്തുമ്പോഴേ വെല്ലടി കേൾക്കാം. അപ്പൊ അച്ഛൻ വരുന്നുണ്ട് എന്ന് മക്കളും പറയും, ഞാനും പറയും. അത് വേഗം വിളക്കൊക്കെ കത്തിക്കാനൊക്കെ റെഡി വെച്ചാലേ അച്ഛന്റെ പിന്നെ അടി കിട്ടും. അടിക്കാറൊന്നുമില്ല കേട്ടോ, പക്ഷെ അത് ചീത്ത വിളിക്കും, വഴക്ക് പറയും, ദേഷ്യപ്പെടും. വഴക്ക് പറയുന്ന ദേഷ്യപ്പെടൽ ഉണ്ടായിരുന്നു, എല്ലാം നല്ല രീതി ചെയ്യുന്നതിന്. പിന്നെ വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ടും അപ്പൂപ്പൻ നാമം ജപിക്കും. ഉറക്കെയല്ല, പതുക്കെ അവിടെ നിന്ന് വിളക്കിന്റെ മുമ്പിൽ നാമം ജപിക്കും.
ഇവരെ നിർബന്ധമായിട്ട് ആ പൂജമുറിയിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലെ തിണ്ണയിലോ വന്നിരുന്നു. കൊച്ചിലെ ആയിരുന്നു. ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ റേഡിയോ കേൾക്കാൻ സമ്മതിക്കത്തില്ല, പോയിരുന്ന് പഠിച്ചോളാൻ പറയും. അപ്പൊ റേഡിയോയിലേ ഉള്ളൂ, ടൈം പാസിങ് റേഡിയോയേ ഉള്ളൂ. പിന്നെ പിള്ളേർക്ക് പരീക്ഷയൊക്കെ ആണെങ്കിൽ അവരവിടെ നിന്ന് പഠിച്ചോട്ടെ, നമ്മൾ ഈ ശബ്ദം കൊണ്ട് ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞ് വാതിലൊക്കെ അടച്ച് അവർക്ക് ഓരോരുത്തർക്കും ഓരോ മുറിയുണ്ട് പ്രത്യേകം ഇരുന്ന് പഠിക്കാൻ. അപ്പം അതിൽ പേരമ്മയുടെ പുറവശത്തെ ഒരു കൊച്ചുമുറി, അതിന്റെ ഇപ്പുറത്തെ മുറി ഇവളുടേത്. അവിടെ ഒന്ന് പഠിച്ചോണം. അപ്പൊ ഇപ്പഴത്തെ ബഹളോ ശല്യമൊന്നും അവർക്ക് കിട്ടത്തേയില്ല. വാതിലടച്ചിരുന്ന് അവർക്ക് സുഖമായിട്ട് ഫാനും ഇട്ടിരുന്ന് പഠിക്കാം. അതൊക്കെ ഭയങ്കര ചിട്ടകളായിരുന്നു. പിന്നെ അപ്പൂപ്പന് ഭയങ്കര നോളജ് ആയിരുന്നു, ജനറൽ നോളജ്. ഈ പഠിച്ചത് മലയാളം ആണ് ആദ്യം 9ാം ക്ലാസ് വരെ. 9ാം ക്ലാസ് എന്ന് എന്റെ പേര്. 1ാം ക്ലാസ് തൊട്ട് ക്ലാസ് ഈ മലയാളത്തിലുള്ള ക്ലാസ് ആണ്. 1ാം ക്ലാസ് 2ാം ക്ലാസ് അങ്ങനെ 9ാം ക്ലാസ് വരെ മലയാളം പഠിച്ചു. മലയാളം പഠിച്ചു കഴിഞ്ഞപ്പോ അപ്പൊ ഇംഗ്ലീഷ് ഇല്ല. 9ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സ്കൂളിൽ കൊണ്ട് ചേർക്കാം. അപ്പൊ പിന്നെ മലയാളം സാഹിത്യം മുഴുവനും അറിയാം. സാഹിത്യം മുഴുവൻ സംസ്കൃതത്തിലുള്ളതും, സംസ്കൃതം ഒരുപാട് പഠിക്കണം മലയാളം പഠിക്കുമ്പോഴേ. അത് കഴിഞ്ഞിട്ട് ആ 9ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പം ഇംഗ്ലീഷ് പഠിത്തത്തിന്റെ കൂടുതൽ പ്രചാരമായി ആ കാലത്ത്. അപ്പൊ എന്താണ് പറയുക, ഫോം എന്നാണ് ക്ലാസിന്റെ പേര്. ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം, ഇങ്ങനെ. അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ആണെന്ന് എനിക്കിപ്പോ അറിഞ്ഞുകൂടാ. അവരുടെ പഠിത്തം എന്നേക്കാൾ 11 വർഷത്തിന് മുമ്പല്ലേ പഠിച്ചത്. 11 വയസ്സിന്റെ വ്യത്യാസം ഞങ്ങൾ തമ്മില്ലേ. അപ്പൊ ആ പഠിത്തത്തിലും അതുപോലെ വരുമല്ലോ വ്യത്യാസം, അത്രയും വർഷം. അപ്പൊ എന്താ അതിന് പറയുന്നത്, 4ാം ക്ലാസ് വരെ കഴിഞ്ഞാല് 5ാം ക്ലാസ് അല്ല എന്റെ പേര്, അതിന് വേറെ ഏതാണ്ടായിരുന്നു, പ്രിപ്പയറട്ടറി. അതായത് ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ പഠിക്കുന്നതിനുള്ള പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്ലാസ്, പ്രിപ്പയറട്ടറി എന്നുണ്ടായിരുന്നു. അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. ഈ പഠിത്തങ്ങളെല്ലാം പഠിക്കുന്ന സമയത്തും പ്രൈവറ്റായിട്ട് ഹിന്ദി ട്യൂഷന് പോകുമായിരുന്നു. ഹിന്ദിയുടെ കുറെ ക്ലാസ്സുകളും പഠിച്ചു. അവിടെ ഏതൊരു ഹിന്ദി അധ്യാപകൻ വന്ന് പ്രൈവറ്റായിട്ട് പിള്ളേരെയൊക്കെ വിളിച്ചിരുത്തി പഠിപ്പിച്ചു. ഈ ഏത് പഠിച്ചെങ്കിലും അതിലെല്ലാം നന്നായിട്ട് ഗ്രാഹ്യമായിട്ട് പഠിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സാകുമായിരുന്നു. എന്നാൽ വീട്ടിൽ അതിനുള്ള സാഹചര്യവും ഇല്ല, സാമ്പത്തികവും ഇല്ല, ഒന്നുമില്ല. പക്ഷെ പഠിത്തക്കാൻ മിടുക്കനായിരുന്നു. ജനറൽ നോളജ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ തൊട്ട് കാണിക്കും, ഗ്ലോബും ആറ്റ്ലസും ഒന്നും ഇല്ലാതെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും, ഇന്ന ഡയറക്ഷനില ഇന്ന കൺട്രി എന്നുള്ളത്. കുറച്ചൊക്കെ എനിക്ക് തോന്നി പിള്ളേർക്കും അത് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗീതയ്ക്ക് നല്ലപോലെ ജനറൽ നോളജ് അച്ഛന്റെ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. മറ്റേ ഇവരൊക്കെ ലളിത സാറും നമ്പി സാറും ഒക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓടി വന്ന് പണിക്കർ സാറിനോടാണ് ചോദിക്കുന്നത്. ഇംഗ്ലണ്ടിന്റെ എവിടെയായിട്ട് വരും, അല്ലെങ്കിൽ US അവിടെയായിട്ട് വരും, ഈ റഷ്യ, സോവിയറ്റ് യൂണിയൻ, അതൊക്കെ അവരിവിടെ വന്ന് അതിന്റെ പൊളിറ്റിക്സ് ഒക്കെ വന്ന് ചോദിച്ചിട്ട് പോകുന്നവരാണ്. അപ്പൊ എല്ലാത്തിനും നല്ല ഗ്രാഹ്യമായിരുന്നു. ഇംഗ്ലീഷിൽ നല്ല നോളജ് ആയിരുന്നു. ഡിഗ്രിക്കാരെക്കാൾ കൂടുതലായിട്ട് ഇംഗ്ലീഷിൽ നോളജ്, എഴുതുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. സായിപ്പന്മാരുടെ കമ്പനിയിലല്ലായിരുന്നു ജോലി. അപ്പൊ അവരോട് ഇംഗ്ലീഷിൽ തന്നെ കോൺവെർസേഷനൊക്കെ നടത്തുമായിരുന്നു. അതൊന്നും ആരും വെളിയിൽ പറഞ്ഞ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പൂപ്പന്റെ ആ മേന്മകളൊക്കെ ഉള്ളത്. ഇപ്പൊ നീ എടുത്തു ചോദിച്ചോണ്ടാ ഞാനും ഈ പറയുന്നത്, അല്ലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൂപ്പന് 16 വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ചു. അത് അന്ന് 8th ഫോമില് കൊണ്ട് ചേർത്തിട്ട് വന്ന ആ വർഷം ഇതുപോലെ ഓഗസ്റ്റ് ആയപ്പോഴത്തേക്ക് അച്ഛൻ മരിച്ചു. ടൈഫോയിഡ് ആയിരുന്നു. അപ്പൊ പിന്നെ വീട്ടിന്റെ ചുമതല അച്ഛമ്മയ്ക്കല്ലേ, അപ്പൂപ്പന്റെ അമ്മയ്ക്ക് വരുമാനമൊന്നുമില്ല. അങ്ങേർക്ക് അപ്പൂപ്പന് ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഇതുപോലെ നാഷണലൈസ് ഷെഡ്യൂൾഡ് ബാങ്ക് ഒന്നും അല്ല, അല്ലാത്ത സാധാരണ ഇങ്ങനെ ഫിനാൻസ് ചെയ്യുന്ന ബാങ്കുകളില്ലേ, കുറെ രൂപ കടം കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ലോൺ തിരിച്ചടയ്ക്കുമ്പോഴത്തേ എൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ വാങ്ങിച്ച് ബാങ്ക് കൊണ്ട് നടത്തുക. പിന്നെ ഗോൾഡ് ലോൺ എടുത്തിട്ട് പൈസ കൊടുക്കുക, അങ്ങനെയുള്ളൊരു ബാങ്ക് അതായിരുന്നു. അവിടുത്തെ പൈസ വരുമാനം ഉണ്ടായിരുന്നത്
ആ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അതിന്റെ വരുമാനം ഇല്ല. 5 മക്കളാ, അതിൽ രണ്ടാമത്തെ ആളാ അപ്പൂപ്പൻ. പിന്നെ അമ്മയെ സഹായിക്കാൻ വേണ്ടി എല്ലാ ത്യാഗവും സഹിച്ചു വളർന്ന ഒരു മോനായിരുന്നു. അത് കാരണം മൂത്ത പെങ്ങളുടെ കല്യാണം ഈ അപ്പൂപ്പന്റെ ചുമതല തന്നെ, ഫിനാൻസും എല്ലാം കടമകളെല്ലാം അമ്മയെ സഹായിക്കാനായിട്ട്. വേറെ ആരും ഇല്ല ചെയ്യാൻ. 10ാം ക്ലാസ് അന്നത്തെ 6th ഫോം കഴിഞ്ഞ ഉടനെ ആലപ്പുഴയ്ക്ക് സ്ഥലം വിട്ടു. ആലപ്പുഴയിൽ ചെന്ന് എവിടെങ്കിലും ജോലി കിട്ടുമെന്ന് അന്വേഷിക്കാനായിട്ട് ഒരു ലോഡ്ജിൽ ഒരു മുറി എടുത്ത് അവിടെ വാടകയ്ക്ക് താമസിച്ച് ആദ്യം തന്നെ ഒരു പ്രസ്സിൽ പോയിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യാന്ന് പറഞ്ഞവിടെ ചെയ്തു. എന്താണെന്നറിയാം, അച്ച് നിരത്തുക പ്രസ്സില്. അപ്പൊ 1-2 മാസം അവിടെ ചെയ്തപ്പോഴത്തേക്ക് അവർ ഒരു തുച്ഛമായ ശമ്പളം കൊടുക്കും. അങ്ങനെ ഇരുന്നിരുന്നാണ് ഈ കയർ ഫാക്ടറികളിലെല്ലാം ഓരോരുത്തർ വന്ന് പറയും, ഈ സാമർഥ്യം കണ്ടിട്ട് ഒന്ന് പരിചയപ്പെട്ടവർ പറയും, ശ്രീധരപ്പണിക്കരെ ആ ഇന്ന കമ്പനിയില് ഇന്ന ജോലിയുണ്ടോ, ഒന്ന് ചെയ്ത് നോക്കാമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചെയ്ത് പ്രസ്സിൽ നിന്ന് നേരെ ഒരു കയർ ഫാക്ടറി പോയി. ആ കയർ ഫാക്ടറിയിൽ നിന്ന് വലിയ കയർ ഫാക്ടറിയിലേക്കാണ് പോയത്. അതാണ് ഒരു വഴിത്തിരിവ് അപ്പൂപ്പൻ. ഡാറാസ്നേഹി. അവിടുന്ന് പിന്നെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. ആദ്യം മൂത്ത അപ്പച്ചിയുടെ കല്യാണം നടത്തി, രണ്ടാമത് രാധാപ്പച്ചിയുടെ കല്യാണം നടത്തി. അതൊന്നും വീട്ടിൽ വേറെ വരുമാനമൊന്നുമില്ല, ഈ അപ്പൂപ്പൻ തന്നെ അതെല്ലാം ചെയ്തത്. കുറച്ചൊരു 1 ഏക്കർ സ്ഥലമുണ്ട്, ഒരു വീട്. അപ്പൊ അതിലെ തെങ്ങിന്റെ കാശുകൊണ്ട്, തേങ്ങയുടെ കാശുകൊണ്ട് ഓരോ കാര്യങ്ങൾ നടത്തും. പിന്നെ ഒരു കൊച്ചു പശുക്കിടാവിനെ അച്ഛമ്മ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് അതിനെ വളർത്തി അതിന്റെ പാലൊക്കെ കൊടുത്തും ഒക്കെ ചില കാര്യങ്ങളൊക്കെ വീട്ടുകാര്യങ്ങൾ നടത്തുമായിരുന്നു. അച്ഛമ്മയെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഈ മകനും അച്ഛമ്മയും കൂടി ആ കുടുംബം കെട്ടിപ്പടുത്തു. പിന്നെ ഇത് ബ്രിട്ടീഷുകാരുടെ ഭരണം, വേൾഡ് വാർ, ലോകമഹായുദ്ധം, അതൊക്കെ ഒത്തിരി എന്താ പറയുന്നത്, റേഷൻ ആഹാരത്തിന് നമുക്ക് കൃഷി ഉണ്ടെങ്കിൽ നെല്ല് കൊയ്തെടുക്കാം, അപ്പൊ ആഹാരത്തിനുള്ളതാകും. അതല്ലെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോ ചേട്ടനെ കല്യാണം കഴിപ്പിച്ചു. അതിന്റെ മുഴുവൻ ചെലവ്, ചേട്ടന് ഇടാനുള്ള മാല, വണ്ടി, ബസ്സിന് കൊണ്ടുപോകാനായിട്ട്, അങ്ങനെ കല്യാണത്തിന്റെ സകല ചെലവ് ഈ അനിയനാ നടത്തിയത്. ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും സത്യമാണെന്ന് വിചാരിക്കൂ? വെറുതെ പറയുകയാണെങ്കിൽ 2 വയസ്സിന് മൂപ്പുണ്ട് ചേട്ടൻ. അത് കഴിഞ്ഞിട്ടാണ് സ്വന്തം കല്യാണം തുടങ്ങിയത്, ആലോചിക്കാൻ തുടങ്ങിയത്. അത് കാരണം എനിക്ക് 21 വയസ്സ്, അപ്പൂപ്പന് 33 വയസ്സ്. അത് ഇതുകൊണ്ടാ, മറ്റേ ചേട്ടന്റെ കല്യാണം കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞ് അത് നടത്തി കഴിഞ്ഞിട്ടാണ് പിന്നെ കുടുംബത്തില് വേറെ വീടൊക്കെ പരിഷ്കരിച്ചു. വേറൊരു വീട്, 2 മുറിയൊക്കെ ഉള്ളൊരു ചാവടി കെട്ടിടം ഉണ്ടാക്കി. അമ്മയ്ക്ക് പശുത്തൊഴുത്ത് ഉണ്ടാക്കി കൊടുത്തു, ഓടൊക്കെ ഇട്ട്. അങ്ങനെ വീടിനെയൊക്കെ ഒന്ന് പരിഷ്കരിച്ച് അതെല്ലാം ചെയ്തത് ഈ അപ്പൂപ്പനാ.